നമസ്കാരം. അപ്പോ ഹേമ കമ്മിറ്റി വന്ന് പേടിപ്പിച്ചപ്പോൾ വലിയ താരസംഘടനയായ അമ്മ പൂട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഒത്തിരി മീഡിയകളിൽ തരംഗമാവുന്ന ന്യൂസുമായി തല ഉയർത്തി വന്നിട്ടുണ്ട്. പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇര പറയുന്നത് ഇന്നൊരു ദിവസം ഒരു നടനെ പറയുന്നു, നാളെ ഒരു ദിവസം വേറൊരു നടനെ പറയുന്നു. അങ്ങനെ മാറ്റിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഓരോ വിവാദങ്ങളും അഴിച്ചുവിടുന്നു. യൂട്യൂബും മറ്റു മീഡിയകളും ഓപ്പൺ ചെയ്യാൻ ഭയമാകുന്നു. കാരണം എപ്പോൾ ഓപ്പൺ ചെയ്താലും ഈ ഒരു പീഡന സംബന്ധമായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മീഡിയകളിൽ ചർച്ചകൾ നടക്കുന്നതും. അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് ഓരോ ഇരകളും വന്നിട്ട് പറയുന്നത് എന്നെ ഇന്നയാൾ പീഡിപ്പിച്ചുവെന്ന് ഒരു ദിവസം പറയും, പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പേര് മാറ്റി വേറൊരു നടനെ പറയും. അങ്ങനെ ഒരു കൃത്യമല്ലാത്ത രീതിയിലുള്ള സംഭാഷണവും ചൂണ്ടിക്കാണിക്കലുകളുമാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന തരത്തിലാണ് ഓരോ ഇരകളും വന്നിട്ട് ഇന്നയാളാണ് പീഡിപ്പിച്ചത്. ഓരോ ദിവസവും മാറ്റിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ശരിക്കും ഒരു മോശമായ രീതിയിലുള്ള സഞ്ചാരമാണ്. പ്രേക്ഷകർക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ ദിവസവും മാറ്റി പറയുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു സാധാരണക്കാരന് ചിന്തിക്കാനുള്ള ഒരു സെൻസ് ഉണ്ട്. ഇതിന് പുറകിൽ ഒരു വൻ മാഫിയ സംഘമാണോ? ഇത്രയും രൂപ കൊടുത്തതിന് ശേഷം ഇങ്ങനെ പറയിക്കുന്നതാണോ? വലിയ മാഫിയ സംഘങ്ങൾ ഇതിന് പുറകിലുണ്ടോ? മലയാള സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി വൻ മാഫിയകളാണോ ഇതിൽ കളിക്കുന്നത് എന്നുള്ള ഒരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്ര വളരെ കുറവ് ദിവസങ്ങൾക്കുള്ളിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു താരസംഘടനയെ മുട്ടുകുത്തിച്ച തരത്തിലാണ് ഹേമ കമ്മീഷൻ മുൻപോട്ട് പോയിരിക്കുന്നത്. ഇതൊരു വലിയൊരു വിവാദം തന്നെയാണ്. എങ്കിൽ വരുന്ന ഇരകൾ വ്യക്തമാക്കി ചൂണ്ടിക്കാണിച്ച് അതിന്റെ എവിഡൻസ് കാണിക്കുക. തീർച്ചയായിട്ടും ഇന്നയാളാണെന്ന് ഒന്നിലുറപ്പിക്കുക. അല്ലാതെ ഓരോ ദിവസവും മാറ്റി പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഇത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇതിന്റെ എവിഡൻസ്? ആ ഒരു എവിഡൻസ് നിങ്ങൾ വെളിപ്പെടുത്തൂ. തീർച്ചയായിട്ടും വളരെ തെറ്റായ ശൈലിയിലുള്ള സഞ്ചാരമാണ്. ദിവസവും നേരം വെളുക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും അതിനപ്പുറത്തേക്കും ഈ പീഡന വീഡിയോസും പീഡന വാർത്തകളും മാത്രമാണ് തിങ്ങി നിറഞ്ഞ മീഡിയകൾ കവർ ചെയ്യുന്നത്. എങ്കിലും ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുക. ശരിക്കും പ്രേക്ഷകരെ വിഡ്ഢികളാക്കരുത്. ആരായാലും തെറ്റാണ് ആ ഒരു ശൈലി. തീർച്ചയായിട്ടും വ്യക്തമാക്കുക ആര് എന്നുള്ള കാര്യം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങി കൊടുക്കുക തന്നെ വേണം. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ വളരെ ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആര് തെറ്റ് ചെയ്താലും അവർ പിടിക്കപ്പെടണം. തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു പ്രതിയായാലും നേരെ മറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഇരയായാലും ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് കണ്ടെത്തിയതിനു ശേഷം പൂർണ്ണമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള കാര്യമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ ഒറ്റയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വീണ്ടും ഒരു സല്യൂട്ട്. വളരെ വ്യക്തമായ ഒരു സംശയം ഉടലെടുക്കുന്നത് അമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ താരസംഘടനയെ മുട്ടുകുത്തിക്കാൻ വേണ്ടി വലിയൊരു മാഫിയ സംഘം ഇതിന് പുറകിലുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാ പ്രേക്ഷകനെ പോലെയാണ് ഞാനും. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. എന്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത്രയും താരങ്ങൾ ഒന്നിച്ചു വാഴുന്ന അമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ താരസംഘടനയെ തകർക്കുന്നതിന് വേണ്ടി മാഫിയാസിന്റെ ഒരു അഴിഞ്ഞാട്ടമുണ്ടോ എന്നുള്ളതിനൊരു ക്വസ്റ്റ്യൻ കാരണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം, അതായത് ഓരോ ദിവസങ്ങളും ഇരയെന്ന് പറഞ്ഞ മുൻപിലേക്ക് വരുന്ന ഓരോ സ്ത്രീജനങ്ങളും ദിവസം ഒരാളെ പറയും, വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള ദിവസം മറ്റൊരാളെ പറയും. അങ്ങനെ മാറ്റി പറയുന്നത് ശരിക്കും ഒരു സംശയാസ്പദമായ രീതിയിലാണ് സഞ്ചാരം. തീർച്ചയായിട്ടും ഒരു വൻ മാഫിയ തന്നെ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വീണ്ടും ഉടലെടുക്കുകയാണ്. സത്യവത്തായി പറയുന്നത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പീഡനം, ഈ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന പീഡനത്തിനൊരു പാഠശാലയാണോ എന്നൊരു സംശയം വീണ്ടും ഉയർന്നു വരികയാണ്. അപ്പോൾ സാമ്പത്തികം കൊണ്ട് സാന്നിധ്യം കാണിക്കുന്ന, പണം കൊടുത്ത് നിയമം കയ്യിലാക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടണം. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഷമീദ് എന്ന് പറയുന്ന ആ ഒരു മഹാനായ നടൻ എന്ന് ഉച്ചയ്ക്ക് പറയുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. തീർച്ചയായിട്ടും പ്രേക്ഷകർ മുൾമുനയിലാണ്. ഈ ഓരോ ദിവസത്തെ ഈ ഓരോ വീഡിയോസും കണ്ട് എന്താണ് അതിനുള്ളൊരു സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കൂടി സാധിക്കാത്ത രീതിയിലാണ് ഓരോ വീഡിയോസും നവമാധ്യമങ്ങളിലൂടെ മുൻപിലേക്ക് എത്തുന്നത്. ഇതൊരു എന്റെ അപേക്ഷ എന്ന് പറയുന്നില്ല, പ്രേക്ഷകർ ഒന്നടങ്കമുള്ളവരുടെ ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കുന്ന സത്യവത്തായ കാര്യങ്ങൾ മാത്രം മീഡിയ വഴി ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.